നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാത്തിനും സ്മരണ വേണം കേട്ടോ, സ്മരണ. അതുണ്ടാകും ഈ ജീവിതകാലം മുഴുവൻ. കൊള്ളാം, നല്ലൊരു തീരുമാനം. രോഹിത്തെ, ഞങ്ങളോടൊപ്പം നിന്നാലേ നിനക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത പലതും നിന്റെ പേരിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. ചുമ്മാ പറയുന്നതല്ല, നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ സുഖം ജയിലിൽ കിടക്കുന്നതാ. ഒരല്പം പിടിപാടും കുത്തം പൊട്ടിക്കാനുള്ള സോഴ്സും ഉണ്ടെങ്കിൽ ജയിലിനകത്ത് സ്വർഗം. സുസ്മിതേ, നിനക്കങ്ങനെയൊക്കെ പറയാം. ഇത് അറിഞ്ഞപ്പോ മുതല് എന്റെ ഉള്ളിൽ തീയാ. ഒരു പെറ്റി കേസ് വന്നാൽ പോലും ഗ്യാസ് ഉരുണ്ട് കയറുന്ന പ്രകൃതം എന്റേത്. രാജ്യദ്രോഹം മറ്റോ ചുമത്തിയ ജാമ്യം കിട്ടില്ലെന്ന് അറിഞ്ഞത്. 4 പത്തല് വെട്ടിയതിന് എന്ത് രാജ്യദ്രോഹം വരാനാ? സുസ്മിത, ഇതൊരു കറക്കിക്കുത്ത. ഇപ്പൊ ആരോ വന്ന് നിൽക്കുന്നത് നിന്റെ നേരെയാണെങ്കിൽ അടുത്ത തവണ അത് കൂട്ടത്തിൽ നിൽക്കുന്നവരുടെ നേരെ ആക്കണം. അത് നിന്റെ മിടുക്ക്. അതിന് കൂട്ടത്തിലാര്? എല്ലാ രോഹിത് മാത്രമാ. എല്ലാ പേപ്പറുകളും രോഹിത്തിന്റെ പേരിൽ മാത്രം. ചൂണ്ടിക്കാണിച്ച് മുന്നിൽ നിർത്തിയിരിക്കുന്നത് മറ്റാരെയല്ല, എന്നെ മാത്രമാ. അതപ്പ അവരുടെ മിടുക്ക്. സുസ്മിതേ, ഞാൻ അകപ്പെട്ട് നിൽക്കുക. ഒന്ന് രക്ഷിക്കണം. ഏതെങ്കിലും രീതിയിൽ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. എന്താ പ്രശ്നം? ഇവൻ എന്തൊക്കെയാ മോളെ കിടന്ന് പറയുന്നേ? എന്തൊഴിവാക്കുന്ന കാര്യമാ? മരമുറി കേസങ്ങ് ആടി ഒലഞ്ഞല്ലോ ചിറ്റപ്പ. രോഹിത് പകുതി ഉയര് പോയി നിൽക്കുക. അകത്ത് പോവെന്നുള്ള ഭയം. അത്രേ ഉള്ള കാര്യം. എടാ, ഞാൻ കരുതി ഏതോ മലമറിക്കുന്ന കാര്യമായിരിക്കും. എടാ മോനെ, ഇത് വലിയ കാര്യമുള്ള കേസൊന്നുമല്ല. ഒരു അന്വേഷണം ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാ. അതിന് ഈ അകത്ത് പോകേണ്ട കേസൊന്നുമല്ല. പക്ഷേ പകരം വീട് കൊടുത്ത സ്ഥലമുണ്ടല്ലോ, അതങ്ങ് പോയേക്കും. സത്യമ്മയുടെ വീട് പോവോ? എടാ, അത് പോയാ നിനക്കെന്താടാ? എടാ, നിനക്കായിട്ട് അവിടെ ഒരു പുണ്ണാക്കും ഇല്ലാത്ത സ്ഥിതിക്ക് അത് ഇടിച്ചു പൊളിച്ച് അതിന്റെ അസ്ഥിവാരം തോണ്ടുന്ന കണ്ട് ആനന്ദിക്കല്ലോടാ വേണ്ടത്. അല്ല, അത് പറ്റില്ല. ഒരുപാട് സങ്കടങ്ങൾ എനിക്ക് തീർത്തു തന്ന വീടാ അത്. ഞാനൊരു അനാഥനല്ലെന്ന് ഒരിക്കൽ അറിയിച്ചു തന്ന വീടാ. അത് ഇടിച്ചു പൊളിച്ച് കളയേണ്ടി വരുമെന്ന് ഓർക്കുമ്പോ ചങ്കിനകത്തുനിന്ന് തീയാ വരുന്നേ. അത് തടയാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഞാൻ കാല് പിടിക്കാം. കണ്ടോ ചിറ്റപ്പ, രോഹിത്തിന്റെ ഉള്ളിൽ ഇപ്പോഴും സത്യഭാമയോടുള്ള ഭക്തിയും ബഹുമാനവും വളർന്നു പന്തലിച്ച് അങ്ങനെ തന്നെ നിൽക്കുക. കൂറവിടെയും ചോറിവിടെയാണോ? അല്ല, അങ്ങനെ ചിന്തിക്കൊന്നും വേണ്ട. ആ വീടിനോട് ഒരു ബന്ധം, അതുകൊണ്ട് പറഞ്ഞതാ. എങ്കിലേ ആ വീട് നിന്റെ പേരിലേക്ക് വാങ്ങിച്ചു തന്നാലോ? എടാ, സത്യാ പറയുന്നേ. എടാ, നിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വീടല്ലേ? അത് നിന്റെ പേരിലേക്ക് എഴുതി ഒപ്പിട്ട് തരുന്നത് കൊണ്ട് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. അതില്ല. ആ വീടെനിക്ക് അന്യാധീനപ്പെട്ട് പോകരുത്. കണ്ടോ ചിറ്റപ്പ, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെയാ രോഹിത്തിന്റെ മനസ്സില്. പക്ഷെ കുറച്ച് വളഞ്ഞ വഴി കൂടെ അവതരിപ്പിച്ചു എന്ന് മാത്രം. എന്നാ പിന്നെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങള് ഞാനത് ചുരുക്കി സൂചിപ്പിക്കാം. എടാ, വീടും പറമ്പും സർക്കാർ ജപ്തി ചെയ്താൽ സർക്കാർ തന്നെ അത് ലേലത്തിൽ വെക്കും. ആ ലേലം നമ്മൾ തന്നെ പിടിക്കും, ഉപേന്ദ്രന്റെ സഹായത്തോടെ. എന്നിട്ടത് നിന്റെ പേരിലേക്ക് അങ്ങ് ആക്കിത്തരും. സ്വപ്നം കണ്ട വീട് സ്വന്തം കൈവെള്ളയിലേക്ക് ഒരു മുതൽ മുടക്കും ഇല്ലാതെ വന്നു ചേർന്ന് കണ്ടോ? അതാ ശുക്രന്റെ ഒരു കളി. അത് ഉച്ചസ്ഥായി നിന്നാ ഉണ്ടല്ലോ, നീ നിൽക്കുന്നിടം വിഷ്ണു ലോകമാ. അപ്പൊ കോളടിച്ചല്ലോ. സമ്പത്തും ഐശ്വര്യവും ഒരു തരി ബ്ലോക്ക് പോലും ഇല്ലാതെ വന്ന് കേറുന്നേ. എല്ലാത്തിനും സ്മരണ വേണം കേട്ടോ, സ്മരണ. അതുണ്ടാകും ഈ ജീവിതകാലം മുഴുവൻ. കൊള്ളാം, നല്ലൊരു തീരുമാനം. രോഹിത്തെ, ഞങ്ങളോടൊപ്പം നിന്നാലേ നിനക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത പലതും നിന്റെ പേരിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. അതങ്ങ് കൂടെ നിന്ന് തൊണ്ട തൊടാതെ വിഴുങ്ങിയാ മതി. ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഞാനാക്കിയതും എന്നെ ശരിക്കും അറിയാൻ ശ്രമിച്ചതും നിങ്ങൾ രണ്ടുപേരാ.
മരണം വരെ ഞാനത് മറക്കില്ല. അപ്പൊ സത്യഭാമയുടെ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഉരുകി തുടങ്ങി. ഇനിയുള്ളത് കലിയുടെ കളിയാട്ടം. മാറി നിന്ന് നമുക്കിനി ആ ആട്ടം കാണാം. കലിയുടെ എല്ലാം സംഹരിക്കുന്ന ഒടുക്കത്തെ ആട്ടം. ഹായ് ശാന്ത ആന്റി. ഹായ് മോളു. കൊറേ നാളായല്ലോ കണ്ടിട്ട്. അത് ഞാനിവിടെ വരുന്ന സമയത്ത് ശാന്ത ആന്റി ഇവിടെ ഇല്ലാത്തോണ്ടാ. വിഷ്ണു കുഞ്ഞെ കയറിയിരിക്കേ. ശാരദാമ്മ സത്യമോളെ വിളിക്കാൻ പോയിരിക്കുവാ. അവര് വരാൻ വൈകോ? അറിയില്ല, പോയിട്ട് കുറച്ചു നേരമായി. ചിലപ്പോ ഇപ്പൊ വരുമായിരിക്കും. എന്തെങ്കിലും പറയണോ? വേണ്ട, ഞാൻ വിളിച്ചോളാം. ശാലിനി കുഞ്ഞ് ജോലി കഴിഞ്ഞ് വരാറായിട്ടില്ല. അത് ഇനിയും വൈകും. ചിലപ്പോ ഇരുട്ടിയിട്ടേ വരൂ. എന്തെങ്കിലും മീറ്റിംഗോ മറ്റോ ഉണ്ടെങ്കിലോ അതും കഴിഞ്ഞിട്ടേ വരൂ. ശാലിനി അവിടുന്ന് ഇറങ്ങി, പക്ഷെ ഇവിടെ വന്നിട്ടില്ല. ഇതെവിടെ പോയി? പോകാൻ സാധ്യതയുള്ളത് ഇപ്പൊ എവിടെയാ? ആരോടൊപ്പം ഒന്ന് ചോദിക്ക. അനുവിനൊന്ന് വിളിച്ചു നോക്കിയാലോ? പപ്പിമോളെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖം ആന്റി. സർ, അനുവാണ്. ശാലിനി ഇവനെ വിളിച്ചിരുന്നോ? ഇല്ല സർ. ഇവിടെ വീട്ടിലെത്തിയിട്ടില്ല. എവിടെ പോയിന്നൊരു അറിവുമില്ല. പിന്നെ അനു ഒന്ന് അന്വേഷിച്ചേക്കണേ. ഈ പോയിരിക്കാൻ സാധ്യതയുള്ള പരിചയക്കാരെ വീട്ടിലൊക്കെ ഒന്ന് തിരക്കേക്കണേ. അങ്ങനെ പോയിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന പരിചയക്കാരൊന്നും മാഡത്തിന് ഇവിടെ ഇല്ല സർ. എന്നാലും തിരക്കേക്ക്, ഞാനും തിരക്കാം. പിന്നെ എന്തെങ്കിലും ഒരു സൂചന കിട്ടി വിളിച്ചറിയിച്ചേക്കണേ. തീർച്ചയായും സാർ, ടെൻഷനൊന്നും അടിക്കണ്ട. മാഡം കുറച്ച് കഴിയുമ്പോ വീട്ടിലോട്ട് വന്നോളൂ. ഒന്ന് തിരക്കണേ, ഞാൻ വിളിച്ചേക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.